ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ബ്രഹ്മസ്വരൂപനായ ആ പരബ്രഹ്മ തേജസ്സിൻ്റെ ആ നിത്യശുദ്ധവും മുക്തവും ആയ ആ പരബ്രഹ്മ തേജസ്സിനെക്കുറിച്ച് വിവരിക്കുകയും അത് വിവരണാതീതമായ ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ള വാക്കുകളിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയ ഗുഹയിലിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് സംസാരിക്കുകയും ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനുള്ള വിവിധ മാർഗങ്ങൾ പറഞ്ഞു തരികയും അതിനെക്കുറിച്ച് നിരന്തരം മനനം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറയുന്നത് ജ്ഞാനത്തിലൂടെ ഭഗവാനെ അനുഭവിക്കുവാൻ, അറിയുവാൻ, അതിൽ തന്നെ മനസ്സുറപ്പിക്കുവാനുള്ള ഒരു ഏകാന്തമായ ഒരു അവസ്ഥയുണ്ടാകുവാൻ വേണ്ടിയാണ്. നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ പുണ്യകർമ്മങ്ങളായി, സത്കർമ്മങ്ങളായി പുണ്യം തീരുന്നവരെയും സ്വർഗപ്രാപ്തി വരെയും അതിന് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ പുണ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക, സഹായിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, തപസ്സനുഷ്ഠിക്കുക, വ്രതാചാരങ്ങൾ നടത്തുക, പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, സത്സംഗങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ചെയ്യുന്നത് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഇതൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ പുണ്യം ലഭിക്കുകയുള്ളൂ. പരമമായ ഭഗവാനെ, ആ ബ്രഹ്മത്തെ, ഏകസ്വരൂപനായ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദിനാഥനായ ആ ഭഗവാനെ അറിയുവാനുള്ള ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമ്മിലിരിക്കുന്ന അജ്ഞാനം മാറി ശുദ്ധസ്ഫടികമായ വിജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരികയും നമ്മൾ ദുഃഖത്തിൽ നിന്നും നമ്മുടെ ആ മനസ്സിൻ്റെ ദുർബലതയിൽ നിന്നും ഒക്കെ രക്ഷ നേടി ഈ ജീവിതത്തിൻ്റെ ഇനി ബാക്കിയുള്ള ആ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുവാൻ കഴിയുകയും പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈശ്വരനെക്കുറിച്ചുള്ള ബ്രഹ്മവിദ്യ കുറേ ദിവസം കൊണ്ട് സംസാരിക്കുന്നത്. അത് കേൾക്കാൻ, ബ്രഹ്മത്തെ അറിയുവാൻ പലർക്കും താല്പര്യക്കുറവ് കാണുന്നു. കാരണം എന്തെന്നാണോ അറിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടുന്നത്, ജീവിതം സുഖകരമാകുന്നത്, ജീവിതത്തിൽ സ്വന്തമായ തീരുമാനമെടുത്ത് അത് വിവേകത്തോടു കൂടി നടപ്പിലാക്കാൻ ശക്തി തരുന്നത് ഏതൊന്നാണോ ആ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുവാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എങ്കിൽ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ, വിഷമങ്ങൾ, അതിനെ തരണം ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാൻ ധാരാളം പേരുണ്ട് താനും. ഈ ജീവിത വിഷമങ്ങളിൽ നിന്ന് മറികടക്കുവാനുള്ള ഏകസ്വരൂപനായ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ആ സത്യത്തിലേക്ക്, ഞാൻ അറിഞ്ഞ സത്യത്തിലേക്ക്, എനിക്ക് അനുഭവവേദ്യമായ ആ ഒരു സന്തോഷത്തിലേക്ക് ഓരോരുത്തരെയും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും കടന്നു വരുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മിലിരിക്കുന്ന ഈ ഈശ്വര ചൈതന്യം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോൾ നാം എന്ന ആ രൂപം, ഈ ശരീരം, ഈ പിണ്ഡം, ഈ ജഡം പിന്നീടില്ല. പിണ്ഡാണ്ഡവും ബ്രഹ്മാണ്ഡവും, ആ ബ്രഹ്മാണ്ഡത്തിൻ്റെ അതേ സ്വരൂപത്തിൽ പിണ്ഡമായ അണ്ഡങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മചൈതന്യം എപ്പോഴും നഷ്ടപ്പെടുന്നു, അപ്പോൾ നമുക്ക് ഈ ശരീരം ഇല്ല. ഈ ശരീരത്തെക്കുറിച്ച് ആ ആത്മാവിന് പിന്നെ ബോധമില്ല. നമ്മൾ ഗാഢമായ ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഗാഢമായി ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരമാണോ ഇത്? നമ്മളുടെ വീടാണോ ഇത്? അല്ലെ നമ്മൾ ഇന്ന ആൾക്കാരുടെ ഇന്ന ആൾക്കാരായിരുന്നു, നമ്മൾ ഉണർന്നതിന് ശേഷം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ല ബോധമുണ്ടോ നമ്മൾ ഉറങ്ങുമ്പോൾ? ഇല്ല. ആ ഉറക്കത്തിൽ തന്നെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊന്നും, അത് ചിന്തിക്കുന്നത് വിഷമമായിരിക്കും കേൾക്കുന്നവർക്ക്, എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരിച്ച് ആ ബോധസ്വരൂപനായ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് പ്രവേശിക്കുന്നില്ല എങ്കിൽ നമുക്ക് ശരീരബോധം ഉണ്ടാവുമോ? നാം ഇവിടെ ബെഡിൽ കിടക്കുന്നു, എനിക്ക് ചുറ്റും എല്ലാവരും ഇരുന്ന് കരയുന്നു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഉണരാൻ വേണ്ടി അല്ലെങ്കിൽ ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി ഡോക്ടർമാർ പരിശ്രമിക്കുന്നു. ഇതുവെല്ലാം നമുക്കറിയാവോ? എന്തെങ്കിലും ബോധമുണ്ടോ നമുക്ക്? ആലോചിച്ച് നോക്കൂ. ഇല്ല.
അപ്പോൾ ആ നിത്യേനയുള്ള ആ മരണം സംഭവിച്ചിട്ട് പുനർജന്മം എടുക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ സത്യത്തിൽ. അപ്പോൾ പ്രാണൻ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുള്ളൂ ഓരോ ഉറക്കത്തിലും. ആ ബോധസ്വരൂപനായ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്, കാരണശരീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അപ്പോൾ അനുഭവപ്പെടുന്നത് സുഖമായി, സുഷുപ്തിയിൽ നമ്മൾ സുഖമായി ഉറങ്ങി എന്ന്. പക്ഷെ ആ ഉറക്കത്തിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ, നമ്മുടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് അറിയ കൂടിയില്ല ഇതെന്റെ ശരീരമായിരുന്നു എന്ന്, അല്ലെ ഇത് എൻ്റെ അച്ഛനമ്മമാരായിരുന്നു എന്ന്, അതല്ല ഇതെൻ്റെ മക്കളോ ഭാര്യയോ ഭർത്താവോ ആയിരുന്നു എന്ന്. ആ ആത്മാവിനോട് നമ്മൾ അങ്ങനെ സംവേദിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഞാൻ നിന്റെ അച്ഛനാണ് അല്ലെ അമ്മയാണ്, നീ എൻ്റെ മകനായിരുന്നു അല്ലെ മകളായിരുന്നു എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ഏതച്ഛൻ, ഏതമ്മ, ഏത് മകൾ, ഏത് ജന്മത്തിലെയാണ്? ആ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് അനേകം ജന്മങ്ങൾ എടുത്ത കാര്യം അതിന് ബോധം വരുന്നത്. അതുവരെയും ഈ ഒരു കൂടെ അതിനറിഞ്ഞുകൂടൂ. ഈ ശരീരത്തിരിക്കുമ്പോൾ ഈ ഒരു കൂട്ടിനെ കുറിച്ചേ അതിന് ചിന്തയുള്ളൂ. ഈ കൂട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അനേകം എത്രയെത്ര ജന്മങ്ങൾ എടുത്തു, അതിൽ ഏത് വീട്ടിലായിരുന്നു, ഏത് അച്ഛനാണ്, ഏതമ്മയായിരുന്നു എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് അതിന് തോന്നും. അങ്ങനെ അനേകം ജന്മങ്ങൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ എപ്പോഴാണോ പൂർണ്ണമായ മോക്ഷപ്രാപ്തി ലഭിക്കുന്നത് അപ്പോൾ മാത്രമേ ഈ ജന്മം അവസാനിക്കുകയുള്ളൂ. മനുഷ്യജന്മം ഭഗവാനിലേക്ക് വീണ്ടും ആ ആത്മാ പരമാത്മാവിലേക്ക് ചെന്ന് പൂർണ്ണമായി വിലയം കൊള്ളുന്ന ആ ഒരു ജന്മം വരെയും നാം ജനിമൃതി ചക്രത്തിൽ പല ജീവികളായി, പുഴുക്കളായി, കൃമികളായി, മരങ്ങളായി, പക്ഷികളായി, ആനയായി, പൂച്ചയായി എല്ലാം നമ്മൾ പലതായിട്ട് ജനിക്കും. നമ്മുടെ കർമ്മഫലം അനുസരിച്ച്. കർമ്മഫലം എങ്ങനെയുണ്ടാക്കുന്നു? നാം തന്നെ സൃഷ്ടിക്കുന്നു. അടുത്ത ജന്മം മനുഷ്യനാകണമോ, അതിൽ മനുഷ്യനിൽ തന്നെ ശ്രേഷ്ഠ ജന്മം ലഭിക്കണമോ, അല്ലെങ്കിൽ ഏത് ജീവിയായി മാറണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ജന്മത്തെ കർമ്മഫലമാണ്. അതാണ് നമ്മുടെ ഉള്ളിലിരുന്ന് വളരെ ഗോപ്യമായിട്ട് നമ്മുടെ ചിത്രങ്ങളെല്ലാം കുത്തിക്കുറിക്കുന്ന നമ്മുടെ തന്നെ ഹൃദയഗുഹയിലിരിക്കുന്ന ഈശ്വരനാണ് ചിത്രഗുപ്തൻ. അത് മരിച്ച ശേഷം യമധർമ്മന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന നമ്മളുടെ കർമ്മങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന ആളല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാൻ, ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അതിനാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. ആ മനസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആൾ, ആ മനസ്സിൽ സാക്ഷിഭൂതനായിരിക്കുന്ന ആൾ. ഭഗവാൻ സാക്ഷിഭൂതനാണ്. മനസ്സാണ് നമ്മളെ കൊണ്ട് ഓരോ കർമ്മങ്ങൾ, ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിന്റെ പേരിൽ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സാക്ഷി. ആ നമ്മിലിരിക്കുന്ന ആ ചിത്രങ്ങളെല്ലാം ഗുപ്തമായി, ഗോപ്യമായി, രഹസ്യമായി സൂക്ഷിക്കുന്ന ആൾ ഈ ശരീരം വിട്ട ഉടനെ തന്നെ നമ്മളെ ഒരു വലിയ ഒരു സ്ക്രീൻ, നമ്മളിപ്പോൾ ടി വിയിൽ ചിത്രങ്ങൾ കാണുന്നത് പോലെ നാം ചെയ്ത കർമ്മങ്ങൾ, ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നാം ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും നമ്മളെ ഒരു നല്ല ഒരു പ്രൊജക്ടർ വെച്ച് കാണിച്ചു തരും. നാം ഓരോ ദിവസവും ചെയ്ത കർമ്മങ്ങളിൽ നന്മ എന്തേ തിന്മ എന്തേന്നല്ല. അപ്പോൾ നാം ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളാണ് കൂടുതലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുക തന്നെ, കരഞ്ഞു വിലപിക്കും. ഇതിനെല്ലാം ഈ ചെയ്ത പാപകർമ്മങ്ങൾക്കെല്ലാം എനിക്ക് പരിഹാരം ചെയ്യണം. നമുക്കൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ബോധം ഏതൊരു വ്യക്തിക്ക് ലഭിക്കുന്നോ അന്നു മുതൽ ആ വ്യക്തി നന്നാവുകയില്ലേ? ഇനി ഞാൻ നല്ല കർമ്മങ്ങളെ ചെയ്യുകയുള്ളൂ, ഇതുവരെയും സഞ്ചരിച്ച പാതയിൽ നിന്ന് ഞാൻ വേറിട്ട് പോകും എന്നൊരു തീരുമാനം വരില്ലേ? അതുപോലെ നമ്മളുടെ ഈ ശരീരം വിട്ട് നാം പോകുന്ന ഈ യാത്രയിൽ നമ്മെ കൊണ്ട് ഓരോ നാം ചെയ്ത കർമ്മങ്ങൾ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന അവസരത്തിൽ അപ്പോൾ നമ്മൾ യാചിക്കും, കരയും, ഇനി ഞാൻ ഈ കർമ്മങ്ങളൊന്നും ചെയ്യത്തില്ല, എനിക്കൊരു മനുഷ്യജന്മം കൂടി തരൂ. ഞാൻ നല്ല കർമ്മങ്ങൾ, ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം, ഈ ഉണ്ടായിട്ടുള്ള ഒരു ജന്മം കിട്ടിയപ്പോൾ ചെയ്ത പരാജയങ്ങൾക്കെല്ലാം പകരം തീർക്കാനായി ഞാനൊരു നല്ല ജന്മം എടുത്തു വന്നുകൊള്ളാം എന്ന് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ അപേക്ഷിക്കും. ആ ചിത്രഗുപ്തനായ സാക്ഷാൽ ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ജന്മമോ അല്ലെ ഇനിയുള്ള ജന്മമോ എടുക്കുന്നത്. ഈ ജന്മം അങ്ങനെ നമ്മൾ പരിഹാരക്രിയ ചെയ്യാൻ വന്നവരാണ്. എന്നിട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഈ ഭൂമിയിലെ മോഹവലയത്തിൽപ്പെട്ട് ഇന്ദ്രിയങ്ങളുടെ സുഖഭോഗങ്ങളിൽ ആലസ്യത്തിൽ മയങ്ങി നമ്മളുടെ കർമ്മങ്ങൾ, നമ്മൾ എന്ത് കർമ്മമാണോ അവിടെ പറഞ്ഞ്
ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി വന്നത്, അതെല്ലാം നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് തിരിച്ചറിവാകുന്നതോടെ നമ്മളതെല്ലാം വിസ്മരിച്ച് വീണ്ടും പഴയതിലും മോശമായ കർമ്മങ്ങളുമായി വരും. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ 2 സഞ്ചിയാണ് തന്നു വിടുന്നതെന്ന് പറയുന്നത്. ഒന്ന് സത്കർമ്മങ്ങളുടെ സഞ്ചിയും മറ്റൊന്ന് ദുഷ്കർമ്മങ്ങളുടെ സഞ്ചിയും. ഏത് സഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഭാരവുമായി തിരിച്ചു പോകുന്നത്, അതുപോലെ ഇരിക്കും നമ്മളുടെ അടുത്ത ജന്മങ്ങൾ. ഭാഗവതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ആരെയും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതെ, നമ്മളുടെ എപ്പോഴും നമ്മളുടെ വീട്ടിൽ മറ്റാരും കടന്നു വരാതെ, കടന്നു വന്നാൽ മറ്റുള്ളവർ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ അപഹരിക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ ചിലർ പട്ടിയുണ്ട് സൂക്ഷിക്കുക, വീട്ടിലേക്ക് പ്രവേശിക്കരുതെന്നൊക്കെ എഴുതി വെക്കുന്നത് പോലെ എന്നും പറഞ്ഞ് വീടിന് കാവലായി ചില മനുഷ്യരൊക്കെ ഇരിക്കും. മറ്റാരെയും കടത്തി വിടാതെയും ആര് വന്നാലും അവരെയൊക്കെ പുറത്തു നിർത്തുകയൊക്കെ ചെയ്യുന്നവരുണ്ട്, ആരോടൊരു സഹകരണമില്ലാതെ. അങ്ങനെയുള്ളവരൊക്കെ ജനിക്കുന്നത് കെട്ടിയിട്ട നായ്ക്കളെ പോലെയാവും അടുത്ത ജന്മം. അത് സ്ട്രീറ്റ് ഡോഗ്സ് അല്ല, വീട്ടിലൊക്കെ കെട്ടിയിട്ട് വീട് കാവലിന് വേണ്ടി ജനിക്കുന്ന നായ്ക്കളായി മാറും. ഭാഗവതത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ ജോലിയിലെ, മറ്റുള്ളവർ ചെയ്യുന്ന ആഹാരം, അവരുടെ ശമ്പളത്തിൽ സ്വയം സുഖിച്ച് സ്വന്തമായി ജോലി ചെയ്യാതെ അന്യജീവികളെ പോലെ, പരാദങ്ങളെ പോലെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ധാരാളം പേരെ കബളിപ്പിച്ച് മറ്റുള്ളവരുടെ സമ്പാദ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ മോഷണം നടത്തിയോ ഒക്കെ ജീവിക്കുന്നവർ. അവർ നമ്മുടെ തലയിലെ ആ വിയർപ്പിലുണ്ടാകുന്ന ആ പേനുകളായിട്ടായിരിക്കും ജനിക്കുന്നത്. അതുപോലെ തന്നെ ചില സ്ത്രീകളൊക്കെ ഉണ്ട്, അനേകം അവർക്ക് വിധിച്ചിട്ടുള്ള പുരുഷന്മാരല്ലാതെ മറ്റു പുരുഷന്മാരുമൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ. അങ്ങനെ എല്ലാവരെയും കുടുംബത്തെയൊക്കെ വഞ്ചിച്ച് മറ്റ് പരപുരുഷ സംഗമമൊക്കെ നടത്തുന്ന സ്ത്രീകളുണ്ടാകും. അങ്ങനെയുള്ളവർ അടുത്ത ജന്മം ജനിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫീമെയിൽ ഡോഗായിട്ടായിരിക്കും, ബിച്ച് ആയിട്ടായിരിക്കും. എന്നുവെച്ചാൽ ഒരു പെൺ പട്ടിയായിട്ടായിരിക്കും ജനിക്കുന്നത്. അതുപോലെ തന്നെ മീനുകളൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മത്സ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കഴിക്കണം, അതാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ. എന്നും മീനൊക്കെ കഴിക്കണം ആഹാരത്തിൻ്റെ കൂടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ അടുത്ത തവണ ഒരു കിങ് ഫിഷറായി, മീൻ കഴിക്കുന്ന ജീവിയില്ലയോ പൊന്മാൻ, മീനുകളെ ഭക്ഷിക്കുന്ന ആ ജീവിയായിട്ട് മാറും. അടുത്ത ജന്മം അങ്ങനെയാണ് ജനിക്കുക. അങ്ങനെ ഓരോ കർമ്മം അനുസരിച്ച് നമ്മൾ ചെയ്ത, നമുക്ക് ഈ ചിത്രഗുപ്തൻ നമുക്ക് കാണിച്ചു തരുന്ന നമ്മളിൽ തന്നെ ഗോപ്യമായിട്ട് ഇരിപ്പുണ്ട്. ഈ ഹൃദയ ഗുഹയിലിരിക്കുന്ന ഭഗവാൻ എല്ലാം ഹൃദയത്തിലേക്ക് എഴുതി വെക്കുവാണ്. ഓരോന്നും ചിത്രമാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. CD-ക്കതെല്ലാം അല്ലെ പെൻഡ്രൈവിലെല്ലാം സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അത് ഒന്നിച്ചെടുത്ത് ഇട്ട് കാണിക്കുന്നതാണ് ചിത്രഗുപ്തൻ്റെ ചോദ്യം ചെയ്യൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതെല്ലാം ശരിക്കുള്ള കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് ആ ചോദ്യോത്തരങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഈ പരിഹാരക്രിയയ്ക്ക് വേണ്ടിയാണ് പിന്നത്തെ ജന്മം സ്വീകരിക്കുന്നത് തന്നെ. എന്നിട്ടോ വീണ്ടും ഇവിടെ വന്നിട്ട് പരിഹാരമാണോ ചെയ്യുന്നത്? അല്ല, വീണ്ടും അതിനേക്കാളും മോശമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ദുഷ്കർമ്മങ്ങളുടെ സഞ്ചി നിറച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകും. ആ ഭാരവും കൊണ്ട് വീണ്ടും ഇതൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, പലതായി ജനിക്കുന്നു. അങ്ങനെ നമ്മളിൽ ശരിയായ ബോധം ഉണ്ടായി നമ്മൾ എന്നാണോ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ വന്നത് എവിടാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും ഞാൻ ആരാണെന്നും ഒക്കെയുള്ള ഒരു ബോധം വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയാൻ, അതിനെയാണ് ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് അറിയാൻ അങ്ങോട്ട് തുടങ്ങുന്നത്. ഈ ജ്ഞാനമാണ് ഞാൻ നിങ്ങൾക്ക് ദിവസേന പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധയോടെ കേട്ട് ആ ജ്ഞാനത്തിലേക്ക് വന്നാൽ നമുക്കും ഈ ജനിമൃതി ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ 1-2 ജന്മം കൊണ്ടൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ജന്മം അത് സാധ്യമാകില്ല. കാരണം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് എനിക്ക് ഇനിയൊന്നും വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവർ വളരെ അപൂർവം അങ്ങനെ കാണും. ഭഗവാനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഒരു ജനനവും വേണ്ട, ഒരു മരണവും വേണ്ട, ഒന്നും വേണ്ട. ഈ തന്നിരിക്കുന്ന ജന്മം അങ്ങോട്ട് ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് വെച്ചിട്ട് ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും അല്ലെങ്കിൽ ആ മരിക്കുന്നവരെയും ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. ഭഗവാൻ എന്താണോ തരുന്നത് അത് അനുഭവിക്കുക. സുഖം തന്നാലും ദുഃഖം തന്നാലും കൂടുതൽ ആനന്ദം തന്നാലും കൂടുതൽ സമ്പത്ത് തന്നാലും അതല്ല കുറച്ചേ സമ്പത്തുള്ളൂ എങ്കിലും ഇവിടെ നമുക്കൊരു പരാതിയേ ഇല്ല. കാരണം തരുന്നതും തരാത്തതും എല്ലാം ഒരാൾ തന്നെയാണ്.
നമുക്കതില്ലെങ്കിൽ ഒരു റോളും ഇല്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്നു. തരുന്നതും ഭഗവാൻ, തരാത്തതും ഭഗവാൻ. തന്നാൽ അതിനെക്കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു, അതും ഭഗവാൻ തരുന്ന ചിന്തകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പൂർവ്വജന്മവും പുനർജന്മവും എന്നൊക്കെ പറയുന്നത്. നമ്മൾ പല ജന്മങ്ങൾ എടുത്തിട്ടാകും വന്നത്. അതിന് ചില സൈൻ, ചില സിമ്പലുകൾ, ചില സൂചനകളൊക്കെ ഉണ്ട്. നമുക്ക് പൂർവ്വജന്മ ഫലം ആർജിച്ചു വരുന്നതിൻ്റെ, നമ്മൾ പൂർവ്വജന്മത്തിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. നമുക്ക് ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ, പെട്ടെന്ന് അവരെ കാണുമ്പോൾ, ആദ്യമായിട്ട് കണ്ടവരായിരിക്കാം എങ്കിലും അവരെ നേരത്തെ പരിചയമുള്ളതായിട്ടൊക്കെ തോന്നും, നല്ല പരിചയമായിട്ടൊക്കെ തോന്നും അവരെ കാണുമ്പോൾ. അത് ചിലപ്പം ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമേ തോന്നുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഒരാളെ കാണുമ്പോൾ, ഞാൻ കോളേജിലേക്കൊക്കെ +2 പോകുമ്പോൾ TKMM കോളേജ് നങ്ങ്യാർകുളങ്ങര, അവിടെയാണ് ഞാൻ +2 ആ പ്രീ ഡിഗ്രി, എൻ്റെയൊക്കെ ബാച്ചായപ്പോൾ പ്രീ ഡിഗ്രി തീർന്നെന്ന് തോന്നുന്നു, പിന്നെ +2 ആയി. അപ്പോൾ ആ സമയത്ത്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പോകുന്ന ആ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റിലെ ഒരാൾ, എന്നെക്കാൾ മുതിർന്ന ഒരു പുരുഷന്, എന്നുവെച്ചാൽ ഒരു പ്രായമുള്ള ആളൊന്നുമല്ല, ഒരു ചെറുക്കൻ എന്നൊക്കെ ആയിട്ടെന്ന് തോന്നും, 10-18 വയസ്സൊക്കെ, 20 വയസ്സിന് താഴെയായിട്ടൊക്കെ എനിക്കന്നിട്ട് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാം കൂടെ ബസ് കയറാൻ നിൽക്കുമ്പം. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി പറഞ്ഞ്, എതിർവശത്ത് ബസ് കയറാൻ നിൽക്കുന്ന ആ ആള് നിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എപ്പോഴും നോക്കും, എന്നും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ ആ ആളിനെ ശ്രദ്ധിച്ചത്. ഈ ആൾ ഏതായിരിക്കും എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച്, അടുത്ത ദിവസവും ശ്രദ്ധിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഈ ആളിൻ്റെ പേര് മോഹൻ എന്നാണെന്ന്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞ്, ആ നിൽക്കുന്ന ആളുടെ പേര് എനിക്കറിയാം, മോഹൻ എന്നാണ് പേരെന്ന്. അപ്പോൾ അവൾ പറഞ്ഞ്, നീയും ആ ആളുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ ഇടി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിച്ച്, കൂട്ടുകാരൊക്കെ കളിയാക്കി. അപ്പം ഞങ്ങളുടെ ഒരു ഇത്തിരി കൂടെ പ്രായമേ ഉള്ളൂ. അപ്പം നമ്മളെ നോക്കി കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ആളിൻ്റെ അത്രയൊക്കെ ഉള്ളു. അപ്പം പറഞ്ഞ്, നിനക്ക് അറിയായിരിക്കും, നേരത്തെ അറിയായിരിക്കും, നിങ്ങൾ തമ്മിൽ വല്ല കണക്ഷൻ കാണും, അതുകൊണ്ടായിരിക്കും എന്ന് നിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റിൽ വന്നിട്ട് നോക്കുന്നത്. ആ പുള്ളി വേറെ എവിടെയോ എന്ന് തോന്നുന്നു പഠിക്കുന്നത് എന്നൊക്കെ ഇവളുമാരിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഇവർ പറഞ്ഞപ്പോഴാണ് ആ വ്യക്തിയെ കാണുന്നത്. എനിക്ക് ആ വ്യക്തിയുടെ പേര് എൻ്റെ മനസ്സ് തെളിഞ്ഞു വന്നു. മോഹൻ എന്നാണ് ആ ആളിൻ്റെ പേരെന്ന്. കുട്ടിയല്ല, ഇച്ചിരി മുതിർന്ന ആളാണ്. അപ്പോൾ ആ പേര് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവളുമാരൊക്കെ ശ്രമിച്ചു, എൻ്റെ കൂട്ടുകാരികൾ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അത് പിന്നാണ് ഈ പഠിക്കുന്ന ആളുമായിട്ട് ഒരിടത്തായിരുന്നു ആ ആൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എന്നോട് വന്നിട്ട് പറഞ്ഞ്, ഇടി നീ പറഞ്ഞ സത്യം, അയാളുടെ പേര് മോഹൻ എന്നാണ്, എൻ്റെ ചേട്ടൻ്റെ കോളേജിലാണ് അത് പഠിക്കുന്നതെന്ന്. അപ്പോൾ നിനക്ക് നേരത്തെ അറിയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് പേര് എന്ന് എനിക്കറിയാം, ആളിനെ കണ്ടപ്പോൾ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് പറഞ്ഞ്. അപ്പം അവരാരും വിശ്വസിച്ചില്ല എനിക്ക്. പക്ഷേ അത് നല്ല അനുഭവമാണ്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പിന്നീട് അങ്ങ് പോയില്ല. പഠിത്തം, കോളേജ്, അതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ അങ്ങ് പോയി. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയ ജ്ഞാനം നമ്മൾ വർദ്ധിപ്പിച്ച് നമ്മൾ ആ ഒരു ആത്മജ്ഞാനത്തിലേക്ക് തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ വന്നിരുന്നുവെങ്കിൽ, ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഗുരുവിനെയൊക്കെ കിട്ടി. ഡിഗ്രിയൊക്കെ ആയപ്പോൾ തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ എനിക്കൊരു ആത്മീയ ആചാര്യനെയൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആ പൂർണ്ണമായിട്ട് ഇതിലേക്കൊന്നും ഇപ്പോൾ എത്തിയ പോലൊന്നും അന്നൊന്നും എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അത് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഇത് നമുക്ക് പൂർവ്വജന്മത്തിൻ്റെ അനുഭവമാണ് നമ്മളിൽ ബാക്കി. അപ്പോൾ ഒരു 15 വയസ്സൊക്കെ എനിക്കുള്ളായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ, വയസ്സുകൊണ്ടും വലിപ്പം കൊണ്ടുമൊക്കെ. അപ്പോൾ ആ ഒരു 10, 14, 15, 16 വയസ്സ് വരെയൊക്കെ നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ചെടികളോടും പൂക്കളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവരുമായിട്ട് സംവേദിക്കുകയാണ്. തന്നെ സംസാരിക്കുന്നതൊക്കെ കുട്ടികളില്ലേ, അത് അവർ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവരാ സംസാരിക്കുന്നത്. അപ്പോൾ ആ പൂർവ്വജന്മത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ സ്ഥിരമായി സ്വപ്നത്തിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലം നമുക്ക് പരിചിതമായിട്ട് തോന്നും ഉണരുമ്പോൾ. പക്ഷെ നമ്മളോടങ്ങും പോയിട്ടും ഇല്ലാവും.
അപ്പോൾ അങ്ങനെ അതും ഈ പൂർവ്വജന്മത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മളുടെ ഈ ബോധമനസ്സ്, അതായത് ആത്മാവ്. ഈ ബോധമനസ്സല്ല, മനസ്സും ബോധവും തമ്മിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ ആ ആത്മാവ് നേരത്തെ പോയ സ്ഥലങ്ങളിൽ വീണ്ടും സഞ്ചരിക്കുന്നതാണ് നമ്മുടെ സുഷുപ്തി അവസ്ഥയിൽ. കഴിഞ്ഞ ജന്മം ശരീരമെടുത്ത് എവിടെയൊക്കെ ജീവിച്ചിരുന്നോ അവിടെയൊക്കെ കറങ്ങി വരുന്നതാണ്. ആ അവസരത്തിൽ അതാണ് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. സുഷുപ്തി അവസ്ഥയിൽ സ്വപ്നം കാണുകയില്ല. സ്വപ്നാവസ്ഥയും ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും തുര്യാവസ്ഥയുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ കാണുന്ന ദർശിക്കുന്ന പല അനുഭവങ്ങളും നമുക്ക് നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ അനന്തരഫലമാണ്. അതുപോലെ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ വന്ന പോലെ ചില അനുഭവങ്ങൾ തോന്നും. നമ്മൾ സഞ്ചരിച്ച ഒരു അനുഭൂതി നമുക്ക് തോന്നും. അവിടുത്തെ അല്ലെങ്കിൽ തന്നെ നമ്മൾ വല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പിക്ചറുകൾ കാണുമ്പോൾ എനിക്ക് കാനഡയിലെ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അവിടെ ജീവിച്ചിരുന്നോ എന്നെനിക്ക് തോന്നും. അവിടുത്തെ ചില പ്രത്യേകതരം വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതും ഇല കൊഴിക്കുന്ന ആ മരങ്ങൾ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഇവിടേക്ക് ആയിരുന്നോ. എനിക്ക് എത്ര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, എനിക്ക് ഇഷ്ടം വരുന്നൊരു സ്ഥലമാണ് കാനഡ. നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ. അത് നമുക്ക് ചില സ്ഥലങ്ങളെക്കുറിച്ച് അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ നമുക്ക് തോന്നും. ഒരിക്കൽ ഞാൻ ഇവിടെ ഒരു അടുത്ത സമയത്താണ് എൻ്റെ ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം എനിക്ക് പ്രിയ ഉള്ളവരാണ്. എങ്കിലും ചെറിയ വയസ്സ് തൊട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഇവിടെ എൻ്റെ അടുത്ത് പഠിക്കാൻ ഇവിടെ വരുന്നൊരു കുട്ടിയുണ്ട്. പാർവതി എന്നവളുടെ പേര്. അവൾ വളരെ നല്ല ഒരു വളരെ ഈശ്വരീയതയുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വല്ല ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടാറുണ്ട്. ഫുൾ ജന്മനാ തന്നെ ഒരു വെജിറ്റേറിയൻ കുട്ടിയാണ്. ഈശ്വര കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്നതാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ, വീട്ടിലെന്തോ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഈ കുട്ടിയും കൂടെ കൊണ്ടുപോയി വീട്ടിലെ എൻ്റെ മക്കളോടൊപ്പം. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ റോഡിലേക്കുള്ള വഴിയും ആ വീടിൻ്റെ പരിസരമൊക്കെ കണ്ടപ്പോൾ അവൾ എന്നോട് പറയാണ്, ഞാനിവിടെ എത്രയോ പ്രാവശ്യം വന്നതായിട്ട് എനിക്ക് തോന്നുന്നു ആൻറ്റിന്ന്, ഇവിടെ ഒക്കെ എനിക്ക് നല്ല പരിചയം തോന്നുന്നു. അപ്പം എനിക്ക് തോന്നി ഒരു ജന്മം അവൾ അവിടെ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ജന്മങ്ങളുടെ ഓരോ ജന്മത്തിലും നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് ആണത്. അതുപോലെ തന്നെ ചില ജന്മസിദ്ധമായ ചില കഴിവുകൾ, ആ കഴിവുകൾ ഉണ്ടാകുന്നത് ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ചില ഭാഷകൾ, മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ അറിയാവുന്ന കുട്ടികൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജൊക്കെ കേട്ടാൽ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മഹാനടൻ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ കലാമണ്ഡലത്തിൽ അദ്ദേഹം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ, മഹാനടന്മാർ ഈ മോഹൻലാലിൻ്റെ ആ മുദ്രകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. കേവലം 3-4 ദിവസം കൊണ്ട് അദ്ദേഹം ഞങ്ങൾ വർഷങ്ങളായി നേടിയ സാധന അദ്ദേഹം ചില ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തു എന്ന് പറഞ്ഞ് വളരെ ആശ്ചര്യത്തോടു കൂടി. വാനപ്രസ്ഥം എന്ന് പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു വളരെ വലിയ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയൊരു സിനിമയുണ്ട്, വാനപ്രസ്ഥം. ആ സിനിമയുടെ അഭിനയം, അതിൽ ഒരു കഥകളി ആർട്ടിസ്റ്റായിട്ടാണ് ലാലേട്ടനെ അഭിനയിക്കുന്നത്. ഇപ്പോഴും ആ സിനിമ ടെലിവിഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ താല്പര്യത്തോടുകൂടി നമുക്ക് കാണാൻ തോന്നും. എത്രയോ മനോഹരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. അതിലെ നായിക സുഹാസിനിയാണ്, ഒരു മഹാനടിയുണ്ടല്ലോ സുഹാസിനി, നമുക്ക് പഴയ സിനിമ കാലത്തുള്ള. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ പൂർവ്വജന്മ കഴിവുകളാണ്. അത് വീണ്ടും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പിടിച്ചെടുക്കുന്നു. അല്ലാതെ ഈ ഒരു ജന്മം കൊണ്ട് നേടിയെടുത്ത കഴിവൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ആർജിച്ചു വെച്ചിരിക്കുന്ന കഴിവുകൾ വീണ്ടും നമ്മൾ അതേ സാഹചര്യത്തിൽ വീണ്ടും ഒരു ശരീരം എടുത്ത് വരുമ്പോൾ നമുക്കത് അനുഭവമായിട്ട് മാറുകയാണ്. നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുകയും നമ്മൾ അതിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ടാലൻസ് ഉള്ളവരെല്ലാം ഈ ഒരു ജന്മം കൊണ്ട് നേടിയ ടാലൻസുകളല്ല. അവർ ജന്മാന്തരങ്ങളായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല ഗായകൻ, ഇപ്പോൾ ദാസേട്ടൻ ഏറ്റവും വലിയ ഗായകനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജന്മത്തെ കഴിവ് കൊണ്ടല്ല.
ചിത്ര ആൻറ്റി ദാസേട്ടനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, ചിത്ര ചേച്ചിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അവരൊക്കെ ജന്മങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അവസാനം ഇതിലേക്ക് വന്ന് പെട്ടതാണ്. ആ കഴിവിലേക്ക്, അവരുടെ ആ ജന്മാന്തരത്തിൻ്റെ ആ ഫലം, അവരുടെ കർമ്മത്തിൻ്റെ ഫലം, ആ ഗുണം ഈ ജന്മം അവർക്ക് പൂർണ്ണമായി ലഭിച്ചതാണ്. ഇതൊക്കെ ജന്മാന്തര പുണ്യമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ചില ജീവികളെ കാണുമ്പോൾ ചിലർക്ക് പേടി തോന്നും, ചില വ്യക്തികളെ കാണുമ്പോൾ ഭയം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള അകാരണമായ ഭയങ്ങളും പൂർവ്വജന്മത്തിൻ്റെ ഫലമാണ്. ആ പൂർവ്വജന്മത്തിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഉണ്ടായ ക്ഷതങ്ങളോ ഭയങ്ങളോ ഒക്കെയാണ് നമ്മുടെ ആ ബോധത്തെ പിന്തുടർന്ന് വീണ്ടും നമ്മൾ പുതിയ ശരീരം എടുക്കുമ്പോഴും ഈ ഭയം നമ്മളെ വിട്ടുമാറാതെ ഇരിക്കും. അതുപോലെ മറ്റൊരു പൂർവ്വജന്മത്തിനെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ശരീരത്ത് കാണുന്ന മുറിവുകളുടെ പാടുകളും ഒക്കെ. ചില മുറിവുകളുടെ പാടുകളും ചില അടയാളങ്ങളും ഒക്കെ ജന്മനാ തന്നെ ഉണ്ടാവും. അത് അവരുടെ പൂർവ്വജന്മത്ത് അവരുടെ ആ ഫിസിക്കൽ ബോഡിയിലുണ്ടായിട്ടുള്ള ആ ബോധം, ആ ആത്മാവ് ഏത് ശരീരത്താണോ പ്രവേശിച്ചത് അന്നേറ്റ ആ മുറിവിൻ്റെ അല്ലെങ്കിൽ മറുകിൻ്റെയൊക്കെ പാടുകളായിട്ടായിരിക്കും പിന്നെ ഒരു ശരീരം എടുത്താലും ആ പാടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഡോക്ടർമാർ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മൾ പക്ഷേ ആ അസുഖം കൊണ്ട് മരിച്ചൊന്നും പോകത്തില്ല. പക്ഷേ വൈദ്യശാസ്ത്രത്തിന് പോലും അറിയാത്ത പല രോഗങ്ങളുണ്ടാവും. നമ്മൾക്ക് ധാരാളം പേർക്കും ഉണ്ടാവും. പക്ഷെ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും ആ രോഗം പൂർണ്ണമായിട്ട് മാറത്തില്ല, നമ്മുടെ കൂടെ നടക്കും. അതുപോലെ അകാരണമായ ശരീരവേദന, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അതെല്ലാം പൂർവ്വജന്മങ്ങളിൽ നാം ആ ശരീരം കൊണ്ട് അനുഭവിച്ച ദുഷ്കൃതങ്ങളുടെ ഫലമാണ് വീണ്ടും ഈ ആദിവ്യാധികളായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ എന്ന് തന്നെയല്ലേ ചൊല്ല് തന്നെയുള്ളത്. പൂർവ്വജന്മത്തിൽ നാം ചെയ്യുന്ന പാപകർമ്മങ്ങൾ വ്യാധിരൂപേണ, അതായത് വ്യാധി അസുഖരൂപേണ നമ്മളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു പുനർജന്മം എടുത്ത് ഈ രൂപത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, തിരിയപ്പെടുത്തലുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാധികൾ, ജന്മാന്തരങ്ങളായി നമുക്ക് ലഭിച്ച വ്യാധികൾ, നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ നാവിൽ നിന്നോ ചിന്തകളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച പാപങ്ങൾ, ഇതെല്ലാം മാറാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? നാളെ തുടങ്ങുന്ന ദശമിയാണ് നാളെ, അതിനുശേഷം ഏകാദശി. നാളെ എന്ന് വെച്ചാൽ ഇന്ന് സൺഡേയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ മൺഡേ, അതിനുശേഷം ട്യൂസ്ഡേയിലാണ് 2-ാം തീയതിയാണ് നമ്മളുടെ യോഗിനി ഏകാദശി കടന്നു വരുന്നത്. അപ്പോൾ ഈ ഏകാദശി എല്ലാവരും എടുക്കണം, പരമാവധി പേർ എടുക്കണം. നമുക്ക് ഇങ്ങനെ ജന്മാന്തരങ്ങളായിയൊക്കെ ചെയ്ത ആദിവ്യാധികളും മാറാരോഗങ്ങളും തീരാവ്യാധികളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് മാറണ്ടേ? നമ്മളൊരു ശ്രമം നടത്തി നോക്കുക. ആ ആദിവ്യാധികളൊക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത്, അറിയാതെ ചെയ്ത്, ഏതൊക്കെയോ ശരീരത്തിലിരുന്ന് ആരോടൊക്കെയോ ചെയ്ത പാപങ്ങളുടെയൊക്കെ ഫലമാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ, നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനോവ്യാധികൾ, നമ്മളുടെ കാരണമല്ലാത്ത അനുഭവ ദോഷങ്ങൾ. ഇപ്പോൾ എത്ര നന്മ ചെയ്താലും നമുക്ക് സദ്ഗുണങ്ങൾ ഉണ്ടാകാതെ വരുന്ന അവസ്ഥകൾ, ഇതൊക്കെ ഭഗവാൻ അറിയാത്തതൊന്നുമില്ല. എല്ലാവരുടെയും ഉള്ളിൽ ചിത്രഗുപ്തനായി ഭഗവാൻ ഇരിക്കുന്നു. എത്ര ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ജന്മങ്ങളിലെല്ലാം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ചിത്രഗുപ്തനായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതും നമ്മൾ അന്നൊക്കെ ശരീരമെടുത്ത് ജീവനോടെ വന്നതും. അപ്പോൾ നമ്മൾ എത്ര ജന്മം എടുത്തു? ഒരു 20,000 ജന്മം എടുത്തെന്നിരിക്കട്ടെ, 84 ലക്ഷം യോനികളിലൂടെ ഒരു ജീവൻ കടന്നു പോകുമെന്നാണ്. അതിലേതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ തിരിച്ചറിയുകയും അതിലൂടെ സഞ്ചരിച്ച് പിന്നെ കുറേ കർമ്മങ്ങൾ അടുത്തടുത്ത ജന്മങ്ങളിൽ നല്ല ജന്മങ്ങളായി മാറുകയും അവസാനം ആ പരമപദത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ ആ ജന്മങ്ങളിലൊക്കെ നമ്മൾ അറിയാതെ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നമുക്കറിഞ്ഞുകൂടല്ലോ. നമുക്കിപ്പോഴല്ലേ ഈശ്വരൻ ആണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതെന്നും നാം കാണുന്ന വെറും ഈ ജഡമല്ലെന്നും ഒക്കെയുള്ള ബോധം ഉണ്ടായത് ഇപ്പോഴല്ലേ. അപ്പോൾ ബോധം ഇല്ലാത്ത പല ജന്മങ്ങളും ഉണ്ടായിരുന്നു. അറിവില്ലാതെ മൃഗങ്ങളെപ്പോലെ ജീവിച്ച ജന്മങ്ങളുണ്ട്, മനുഷ്യൻ്റെ രൂപം ഉണ്ടെങ്കിലും.
മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ചില ജന്മങ്ങളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ തയ്യാറെടുപ്പിച്ചത് ഭഗവാൻ. ആ നന്മയുടെ ഫലമാണ്. അപ്പോൾ സുഹൃതമൊക്കെ ചെയ്ത് പുണ്യം ലഭിച്ച് സ്വർഗത്തിൽ പോയിട്ട് വീണ്ടും സുഹൃതം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഭൂമിയിൽ വന്ന് നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇനി നമുക്ക് സുഹൃതങ്ങളല്ല വേണ്ടത്, സ്ഥായിയായ മോക്ഷമാണ് വേണ്ടത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ മുമുക്ഷുക്കളായി മാറണം. നമ്മൾ ഈ ശരീരമല്ലെന്നും ശരീരത്തിനുപരിയായി നമ്മളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, ശരീരത്തെ ചലിപ്പിക്കുന്ന ആ ഏകനായ ആത്മാവിനെ നാം തിരിച്ചറിയണം. അപ്പോൾ അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഇനിയുള്ള ശ്രമങ്ങളും ജീവിതവും എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.